2021 RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. The sum of digits of a 2-digit number is 9. When the digits are reversed, the number decreases by 45. Find the changed number. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ 2 ഡിജിറ്റ് നമ്പറിൽ 2 ഡിജിറ്റ് കൂട്ടുമ്പോൾ 9 ആണ് കിട്ടുന്നത്. അതിന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 45 കുറയുന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾക്ക് കണ്ടെത്താൻ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ചേഞ്ച്ഡ് നമ്പർ എന്നാണ്. അതായത് റിവേഴ്സ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ആണല്ലോ ചേഞ്ച്ഡ് നമ്പർ. അപ്പോൾ റിവേഴ്സ് ചെയ്തതിന് ശേഷമുള്ള നമ്പറാണ് ചോദിച്ചേക്കുന്നത്. 54 എന്ന് പറയുന്ന സംഖ്യ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് 45 കിട്ടുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ 5, 4 എന്നീ സംഖ്യകൾ കൂട്ടുമ്പോൾ 9 ആണ് കിട്ടുന്നത്. അപ്പൊ 54 45 ആവുമ്പോൾ 9 കുറയുവാണ് അവിടെ ചെയ്യുന്നത്. 9 കുറയുവാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് 45 കുറയണമെന്നാണ്. ഡിക്രീസസ് ബൈ 45. അപ്പൊ ഓപ്ഷൻ എ പോസിബിൾ അല്ല. 27 എന്ന് പറയുന്ന സംഖ്യ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് 72 ആവുന്നത്. ഇവിടെ 27ൽ 2ഉം 7ഉം കൂട്ടുമ്പോൾ 9 ആണ് കിട്ടുന്നത്. അപ്പൊ 27ന്റെ കൂടെ ഒരു സംഖ്യ കൂട്ടുമ്പോഴായിരിക്കുമല്ലോ 72 കിട്ടുന്നത്. അപ്പൊ 27ന്റെ കൂടെ 23, 22, 45 കൂട്ടുമ്പോഴാണ് 72 കിട്ടുന്നത്. നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് 45 കുറയുമെന്നാണ്. ഡിക്രീസസ് ബൈ 45. ഓപ്ഷൻ എയും അല്ല ബിയും അല്ല. ഇനി ഓപ്ഷൻ സി നോക്കുക. 36 എന്ന് പറയുന്ന സംഖ്യ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് 63 കിട്ടുന്നത്. ഇവിടെ 3 + 6 9 ആണ്. 27 അവിടെ കൂടുവാണ്. അപ്പൊ ഓപ്ഷൻ സിയും അല്ല. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വരാം. 72 എന്ന് പറയുന്ന സംഖ്യ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് 27 ആവുന്നത്. അതായത് അവിടെ 45 കുറയുവാണ്. അപ്പൊ 72 എന്ന് പറയുന്ന സംഖ്യ റിവേഴ്സ് ചെയ്യുമ്പോൾ 27 ആയി, 45 കുറഞ്ഞു. 7ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 9 ആണ്. അപ്പൊ കണ്ടീഷനൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.